എല്ലാവർക്കും നമസ്കാരം. ഡയറി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്തിരുന്ന പല ചോദ്യങ്ങളും അതിനൊക്കെ ചെറിയ നിലയിൽ ചെയ്യാവുന്ന ഉത്തരങ്ങൾ അപ്പോൾ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്പം ദീർഘമായി അല്ലെ വിശദീകരിച്ച് മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ ഉണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 15 ദിവസം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ ചാവുന്നു, പാൽ കുടിക്കുന്നില്ല, ക്ഷീണമൊക്കെ വന്ന് ചാവുന്നു. എങ്ങനെയാണ് പശുക്കുഞ്ഞിൻ്റെ പരിപാലനം? കന്നുകുട്ടി പരിപാലനത്തെക്കുറിച്ച് ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ചോദ്യത്തിൽ മുഴുവൻ കാര്യങ്ങളും വ്യക്തമല്ല. എന്നാലും പൊതുവെ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ടായി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ കന്നുകുട്ടികളെ കന്നിപ്പാൽ കുടിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒന്നുകിൽ പശുവിൻ്റെ അകിട്ടിൽ നിന്ന് ഡയറക്റ്റ് കുടിപ്പിക്കുക. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ ഒരു പാത്രത്തിൽ കറന്നെടുത്തിട്ട് കുപ്പിയിലാക്കി നിപ്പിളും ഘടിപ്പിച്ച് കുടിപ്പിക്കാവുന്നതാണ്. ഇനി കന്നിപ്പാൽ കുടിച്ച് നല്ലതായിട്ട് വയറൊക്കെ നിറച്ച് പാൽ കുടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ പുക്കിൾ തണ്ട്, അത് ചിലപ്പോൾ പശു നക്കുന്ന പശുവൊക്കെ ആണെങ്കിൽ വലിയ നീളത്തിൽ കാണാൻ സാധ്യതയില്ല. അതല്ല, ഒരുപാട് നീളത്തിൽ അതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള കത്രിക കൊണ്ട് കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 ഇഞ്ച് നീളം വെച്ചാൽ മതി. ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ല വൃത്തിയുള്ള ഒരു നൂല് കൊണ്ട് അതിൻ്റെ അഗ്രം കെട്ടി മുറുക്കി വയ്ക്കണം. മാത്രമല്ല, ടിങ്ചറൈഡിൻ പോലെയുള്ള ഏതെങ്കിലും ഒരു സൊല്യൂഷൻ അതിൽ മുക്കണം, അതിൽ പുരട്ടണം. അങ്ങനെ ചെയ്യുന്നത് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനാണ്. മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ കുഞ്ഞു കുട്ടിയെ നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്ഥലത്ത് കിടത്തണം. അതിനുവേണ്ടി കൂടിൻ്റെ ഒരു ഭാഗത്ത് തന്നെ അല്പം വൈക്കോലോ അല്ലെങ്കിൽ ഈ പ്ലെയിനിങ് വേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വിതറിയിട്ട് ഒട്ടും വെള്ളമില്ലാതെ ഈർപ്പമില്ലാതെ നല്ല ഉണങ്ങിയ സ്ഥലത്ത് അതിനെ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ ദിവസവും ഒരു 2 നേരം, അതാണ് ഏറ്റവും നല്ലത്, കൃത്യമായ അളവിൽ കൃത്യമായിട്ട് ഈ കുട്ടികളെ പാൽ കുടിപ്പിക്കണം. ചില ആൾക്കാർ ഈ പശുവിൻ്റെ കൂട്ടത്തിൽ രാവിലെ അങ്ങ് വിടും, കെട്ടാറില്ല. അപ്പോൾ പശു എപ്പോഴൊക്കെയാണോ ഇതിന് കുടിക്കേണ്ടത് അന്നേരമൊക്കെ അല്പാൽപ്പം കുടിക്കും. ശരിയായ അളവിൽ കുടിക്കാൻ ചിലപ്പം പറ്റിയെന്ന് വരത്തില്ല. മാത്രമല്ല, ഈ പശുവിൻ്റെ അകിട്ടിൽ പാല് കുട്ടി മുഴുവൻ കുടിച്ച് തീർക്കാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അകിടുവീക്കത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ കാര്യങ്ങൾ അഡ്വൈസബിൾ അല്ല. കൃത്യമായ അളവിൽ കുട്ടിയെ കുടിപ്പിക്കുക. അത് കറന്നാണെങ്കിൽ കറന്ന് കൊടുക്കുക, അതല്ല അകിട്ടിൽ നിന്ന് കുടിക്കുകയാണെങ്കിലും കറക്റ്റായിട്ടുള്ള അളവിലാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. 10 ദിവസം ആകുമ്പോൾ കന്നുകുട്ടികൾക്ക് കൊടുക്കാവുന്ന വിരമരുന്നുണ്ട്. ടീവേം എന്നൊരു മരുന്നുണ്ട്. അത് 10 ദിവസം 12 ദിവസമൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആദ്യത്തെ വിരമരുന്ന് കൊടുക്കണം. അതിനുശേഷം കൃത്യം 1 മാസമാകുമ്പോൾ അല്ലെങ്കിൽ ഒരു 25 ദിവസം ആകുമ്പോൾ തന്നെ ഒന്നാമത്തെ ഫുൾ ഡോസ് വിരമരുന്ന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ വിരമരുന്ന് കറക്റ്റായിട്ട് കൊടുക്കുക, കൃത്യമായ അളവിൽ പാൽ കൊടുക്കുക. ഇതൊക്കെ ചെയ്താൽ കന്നുകുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് പരിപാലിക്കാവുന്നതാണ്. പിന്നീട് ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-25 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് ഇവർ ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ അതിനു മുമ്പ് തന്നെ ഉണങ്ങിയ ഇലയും അതും ഇതൊക്കെ കഴിക്കാൻ തുടങ്ങും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുട്ടിയെ പുറത്തെപ്പോഴെങ്കിലും വിടുന്നുണ്ടെങ്കിൽ മണ്ണ് തിന്നാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ കുഞ്ഞു കുട്ടികൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം ചെയ്യുന്നത് നിലത്തു നിന്ന് മണ്ണ് കാർന്നു തിന്നും. അത് ഒട്ടും അഡ്വൈസബിൾ അല്ല. അങ്ങനെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വിര ശല്യം ഭയങ്കര രൂക്ഷമായിരിക്കും. അതുകൊണ്ട് മണ്ണ് തീറ്റിക്കാതെ ഇരിക്കുക, ഇപ്പം പുറത്തോടാനൊക്കെ വിടുന്നുണ്ടെങ്കിൽ പോലും. മാത്രമല്ല, 10-15 ദിവസം ആകുമ്പം മുതൽ ഈ അല്പാൽപ്പം തീറ്റ തിന്നു തുടങ്ങുമ്പം ഈ തള്ളയുടെ കാലിത്തീറ്റ കൊടുക്കുന്നതിൻ്റെ ഒരു അല്പം ബാലൻസോ അങ്ങനെയൊക്കെ കുറേശ്ശെയായിട്ട് ഇവരുടെ വായിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിച്ച് നമുക്ക് കൊടുത്തു നോക്കുക. അപ്പോൾ പതിയെ ഇത് കഴിക്കാനായിട്ട് തുടങ്ങും. പുല്ല് തിന്നാനായിട്ട് മടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇളം പുല്ല് അല്ലെങ്കിൽ ഈ നല്ല വാഴയുടെ ഇല അതൊക്കെ ചെറുതായിട്ട് കീറി, അങ്ങനെ ഇവർക്ക് ഒരു മടുപ്പുണ്ടാകാത്ത നിലയിൽ അല്പമെങ്കിലും കഴിക്കാൻ താല്പര്യം തോന്നുന്ന നിലയിലുള്ള ഇളം പുല്ലോ അങ്ങനെയൊക്കെ ചെറിയ അളവിൽ അതിൻ്റെ മുമ്പിൽ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ചില നല്ല വള്ളികളൊക്കെ ഉണ്ട്, ഈ പയറിൻ്റെയൊക്കെ ഇല, അതൊക്കെ കുഞ്ഞു കിടാക്കൾക്ക് ഇഷ്ടമാണ്. അതൊക്കെ ഒരു പക്ഷേ നിലത്തുനിന്ന് കുനിഞ്ഞൊന്നും ഒരു തിന്നത്തില്ലായിരിക്കും. അപ്പം ഒരു സൈഡിൽ
ഒന്ന് കെട്ടി തൂക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അവർ നിന്നുകൊണ്ട് തന്നെ അതിൽ ചിലപ്പോൾ തലയിട്ട് ഉരയ്ക്കും, കുത്തും, അങ്ങനെയൊക്കെ ചെയ്ത് ഒന്നിന് ഇലയൊക്കെ കഴിക്കും. ഇങ്ങനെയാണ് നമ്മൾ തീറ്റിച്ച് പഠിപ്പിക്കേണ്ടത്. പിന്നെ വീട്ടിലൊരു വേറൊരു കിടാവ് ഉണ്ടെങ്കിൽ, അതായത് 1-2 മാസമോ ഒക്കെ പ്രായമുള്ള ഒരു മറ്റൊരു കിടാരി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നിർത്തി പരിശീലിപ്പിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ കിടാവ് തിന്നുന്നത് കാണുമ്പം ഈ കന്നുകുട്ടികൾ തനിയെ തിന്നുന്നുണ്ടാവും. ഏറ്റവും പ്രധാനമായിട്ട് ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായ അളവിൽ പാലും കൊടുത്താൽ, ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ആദ്യത്തെ ആ പാലിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് വേറൊരു സാധനവും നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ കന്നിപ്പാൽ കുടിപ്പിക്കുക. ആദ്യത്തെ ദിവസങ്ങളിൽ നല്ല അളവിൽ, ഏകദേശം ശരീരഭാരത്തിൻ്റെ ഒരു 10% പാല് ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കണം. അപ്പോൾ ഒരു 30 കിലോ ഉള്ള ഒരു കിടാവാണെങ്കിൽ ഏകദേശം 3 ലിറ്റർ പാലെങ്കിലും ആദ്യത്തെ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും കുടിപ്പിക്കണം, 2 നേരം കൂടെ ആയിട്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കിടാരികൾ മരണപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. നല്ല ആരോഗ്യത്തിൽ അവരെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇനി ആദ്യം നമ്മൾ കുടിപ്പിക്കുന്ന ഈ പാലൊന്നും ഒരിക്കലും ഒരു നഷ്ടമായിട്ട് കണക്കാക്കരുത്. നല്ല പോലെ പാല് കുടിച്ച് വളരുന്ന ഒരു 2.5-3 മാസം വരെയെങ്കിലും നല്ല നിലയിൽ പാല് കുടിച്ച് വളരുന്ന കിടാക്കൾ അവരുടെ വളർച്ചയിൽ ഗതി വളരെ നല്ല സ്പീഡിൽ വളരും. മാത്രമല്ല കൃത്യസമയത്ത് തന്നെ മതിലക്ഷണം പിന്നീട് അങ്ങോട്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ടുള്ള ആ ഒരു ഇനീഷ്യൽ സ്റ്റാർട്ട് അത് നല്ല നിലയിൽ കിട്ടും. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ടാവും. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പശുവിനെ കുത്തിവെച്ചിട്ട് 5 മാസമായി. പുല്ല് നേരെ കഴിക്കുന്നില്ല, വേസ്റ്റാക്കി കളയുന്നു. വൈക്കോൽ ഒരു ദിവസം കൊടുത്താൽ പിറ്റേ ദിവസം കഴിക്കില്ല, തീറ്റ കുടിക്കുന്നുണ്ട്. കാരണം പറയാമോ? മനസ്സിലായ 1-2 കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇത് മിക്കവാറും ഈ പശുവിന് യാതൊരു കുഴപ്പവും കാണില്ല. ഈ പശു തന്നെയാണെങ്കിൽ, നമ്മുടെ വീട്ടിൽ ഒരു പശു മാത്രമേ ഉള്ളൂ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിക്കാം. കാരണം അവർ നേരാവണ്ണം കഴിക്കത്തില്ല, ഒത്തിരി വേസ്റ്റാക്കി കളയും, അങ്ങനെയൊക്കെ സംഭവിക്കും. മാത്രമല്ല ഇപ്പോൾ കണ്ടത്, വൈക്കോൽ ഒരു ദിവസം കൊടുത്താൽ അത് കഴിക്കും, പിറ്റേ ദിവസം കഴിക്കത്തില്ല. അപ്പം വേറൊരു തീറ്റ മാറി കൊടുക്കുമ്പോൾ ഒരു ചെറിയ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കഴിക്കുന്നില്ല. ഇതിന് അതാണ് കാരണമെങ്കിൽ, അതായത് തനിയെ നിൽക്കുന്നതിൻ്റെ ഒരു അഹങ്കാരം, അങ്ങനെ തന്നെ പറയട്ടെ, അതാണ് കാരണമെങ്കിൽ ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് ഒരു കിടാരിയെങ്കിലും കൂട്ടത്തിൽ കൊണ്ട് മേടിച്ച് നിർത്തുക. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ വേറൊരു പശുവിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഉരുവിനെയും കൂടെ ഇതിൻ്റെ കൂട്ട് കൊണ്ടുവരിക. മത്സരിച്ച് തിന്നാനുള്ള ഒരു മത്സരബുദ്ധി ജനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ട ഒരു പരിഹാരം. രണ്ടാമതായിട്ട് അവിടെ പറയേണ്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പല്ലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ്. കാരണം കാലിത്തീറ്റ കഴിക്കുന്നുണ്ടല്ലോ, കാലിത്തീറ്റ കഴിക്കാൻ എളുപ്പമുള്ള സാധനമാണ്, അത് കഴിക്കുന്നുണ്ട്. പുല്ല് തിന്നുന്നില്ല. പുല്ലിന് നല്ല അരവും അല്ലെങ്കിൽ നല്ല തണ്ടും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് ചവച്ചരയ്ക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ പശുവിൻ്റെ വായ ഒന്ന് പൊളിച്ചു നോക്കി ശ്രദ്ധിക്കുക. ചിലപ്പം പ്രായം കുറഞ്ഞ പശുവാണെങ്കിൽ ഈ കിടാപ്പല്ല്, ആദ്യത്തെ പല്ല്, പാൽപ്പല്ലുകൾ പൊഴിയുന്ന അവസരമാണെങ്കിൽ ചില ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതാണോ കാര്യം എന്നുള്ളത് നോക്കുക. അങ്ങനെയാണെങ്കിൽ അതിന് വലിയ പരിഹാരമായിട്ട് ഉള്ള കാര്യമൊന്നുമില്ല. പല്ല് കിളിർത്ത് ചെറിയതായിട്ട് വളർന്നു തുടങ്ങുന്നതിന് ആ സമയത്ത് നല്ല രീതിയിൽ പശു ഭക്ഷണം കഴിച്ചോളും. അപ്പോൾ അതൊരു കുഴപ്പമല്ല. ഇനി മൂന്നാമതായിട്ട്, ഇതൊന്നും അല്ലാതെ പശുക്കൾ തീറ്റ മടുക്കാനുള്ള കാര്യം അവരുടെ വയറിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാകാം, അല്ലെങ്കിൽ വയറ്റിലെ സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടാകാം. അപ്പം അതിന് പല കാരണങ്ങളുണ്ടാകാം. അതായത് വയറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാസ് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ തീറ്റ മടുപ്പ് കാണിക്കാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചെയ്യേണ്ടത് ഏതെങ്കിലും ഈസ്റ്റോ അങ്ങനെയുള്ള, ഇപ്പോൾ ഫീഡപ്പ് ഈസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സപ്ലിമെൻറ്റ്സൊക്കെ, അല്ലെങ്കിൽ പ്രോബയോട്ടിക്സുകൾ അത് ലഭ്യമാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ കീറ്റോണെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗുളികയുണ്ട്, അതൊരു 2 ഗുളിക വീതം 2 നേരം, അതായത് ഡെയിലി 4 എണ്ണം വെച്ചിട്ട്, വലിയ പശുവാകുമ്പോൾ ഒരു 4 ഗുളിക വെച്ചിട്ട് 3-4 ദിവസം കൊടുത്തു നോക്കുക. ചെയ്താൽ പശുവിന് ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം വർദ്ധിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ലിവർ ടോണിക് കൊടുക്കുക. ഇപ്പോൾ കരൾ ശരിക്ക് ഫങ്ഷൻ ചെയ്യുന്നില്ല. ഇപ്പോൾ പല കർഷകരും നേരിടുന്നൊരു വലിയ പ്രശ്നമാണ് ഈ വൈക്കോലൊക്കെ കൊടുക്കുന്ന ആൾക്കാർ, അതിൽ പൂപ്പലൊക്കെ ചെറിയ അംശങ്ങളുണ്ടാവും. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ല, തുടർച്ചയായിട്ട് ഇങ്ങനെ തിന്ന് ആ പൂപ്പൽ ശരീരത്തിൽ ബാധിച്ച് കരളിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അത് വലിയ ഗുരുതരമായ ഒരു വിഷയത്തിലേക്ക് പിന്നീട് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലത് ലിവർ ടോണിക് കൊടുക്കുക. അപ്പോൾ ഏതെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു ലിവർ ടോണിക്, ലീവ് 52 പ്രോട്ടക്ട് എന്നൊക്കെ പറയുന്ന ലിവർ ടോണിക് നല്ലതാണ്. അങ്ങനെയുള്ള ഏതെങ്കിലും ലിവർ ടോണിക് ഒരു ഡെയിലി 50 ml എങ്കിലും വെച്ചിട്ട് കുറച്ച് ദിവസങ്ങൾ കൊടുത്താൽ ഈ കാര്യത്തിനൊരു പരിഹാരം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാവും. ഇനി
പശുവിന് സ്ട്രെസ്സ് അതല്ലാതെ, അതായത് അതിൻ്റെ ചൂട് കൂടുതൽ കൊണ്ടോ അങ്ങനെയൊക്കെ ഉള്ള നല്ല സ്ട്രെസ് ഉണ്ടെങ്കിലും ചിലപ്പം ഈ പരുഷ ആഹാരം തീറ്റ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം ഒഴിവാക്കണം. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഈ മൂക്കുകയർ കണ്ടമാനം ഇറുകി കിടക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ പശുക്കളൊക്കെ ആണെങ്കിൽ അവരുടെ തല വളരുന്ന, അല്ലെ ശരീരം മൊത്തത്തിൽ വളരുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. കാരണം മൂക്കുകയർ നന്നായിട്ട് ഇറുകിയാണോ കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാറില്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ കണ്ടമാനം മൂക്കുകയർ ഇറുകി കിടന്നാൽ ഈ പുല്ല് അല്ലെ കച്ചി ഇതുപോലുള്ള തീറ്റകൾ ഇച്ചിരി ബുദ്ധിമുട്ടി അല്ലെങ്കിൽ ഇച്ചിരി ആയാസമെടുത്താണ് അവരത് കഴിക്കുന്നത്. അതിനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ചിലപ്പോൾ തിന്നാതിരിക്കും. എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എൻ്റെ വീട്ടിൽ. ആ പശുവിന് ഈ മൂക്കുകയർ ലൂസാക്കി കെട്ടിക്കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ആകാം കാരണം. അതേതാണെന്ന് പരിശോധിച്ചിട്ട് അതിനാവശ്യമായ പരിഹാരം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പശുക്കുട്ടികൾ എത്ര മാസം എത്തുമ്പോൾ കുത്തിവെക്കാം? പെട്ടെന്ന് ഹീറ്റ് ആവാൻ എന്ത് ചെയ്യാം? ഒരു നോർമലായിട്ടുള്ളൊരു പശുക്കുട്ടി നല്ല രീതിയിൽ പാലൊക്കെ കുടിപ്പിച്ച് വളർത്തി അതിന് ശേഷമാണെങ്കിലും ന്യായമായ നിലയിൽ പോഷകാഹാരങ്ങളൊക്കെ കൊടുത്ത് വളർത്തുന്ന ഒരു കന്നുകുട്ടിയല്ല കിടാരി, അത് ഏകദേശം ഒരു വയസ്സാകുമ്പോൾ തന്നെ മതിലക്ഷണം കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. ഇനി അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കുത്തിവെക്കണമെന്നില്ല. 1, 2, 3 പ്രാവശ്യം നല്ല മതിലക്ഷണം കാണിച്ച് അതിന് ശേഷം ഒരു 1.25 വയസ്സിന് മേളിൽ, ഏറ്റവും കറക്റ്റായിട്ട് പറഞ്ഞാൽ 1.5 വയസ്സാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു പശുക്കുട്ടിയെ കുത്തിവെപ്പിക്കേണ്ടത്. അങ്ങനെ 1.5 വയസ്സ് എന്നുള്ളതിന് ഒരു സ്ട്രിക്റ്റ് മാനദണ്ഡം പറയുന്നില്ല. ഇതിൻ്റെ വളർച്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില കിടാരികൾ 1.5 വയസ്സായാലും അതിൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ്, ഗർഭപാത്രമൊന്നും ശരിയായ നിലയിൽ വളർന്നു എന്ന് വരത്തില്ല. അപ്പോൾ ഇതിനെ കുത്തിവെച്ചാലും ചന പിടിക്കണമെന്നില്ല. എന്നാൽ 1.25 വയസ്സേ ആയുള്ളൂ, അല്ലെ 1.5 വയസ്സായില്ല, എന്നാലും നല്ല വളർച്ച എത്തിയ കിടാരികളുണ്ടാകും. അവരെ കുത്തിവെക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഇനി പശുക്കൾക്കോ അല്ലെങ്കിൽ കിടാരികൾക്കോ ഒക്കെ ചനക്കോൾ ഉണ്ടാകാനായിട്ട് പെട്ടെന്ന് ചനക്കോൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല, സമയത്തുണ്ടായാൽ മതി. അങ്ങനെ സമയത്ത് ഈ പറഞ്ഞ പ്രായമൊക്കെ ആയിട്ടും ഒരുമാതിരി നമ്മൾ ശരീരപുഷ്ടിയൊക്കെ ഉണ്ട്, വളർച്ചയൊക്കെ നമുക്ക് കണ്ണിന് തോന്നുന്നുണ്ടെങ്കിലും ചനക്കോൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും പ്രിലിമിനറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല കാലിത്തീറ്റയോടൊപ്പം നല്ല ഒരു മിനറൽ മിക്സ്ചർ ഒരു 10-25 ഗ്രാമെങ്കിലും ഡെയിലി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടം പോലെ ഈ മിനറൽ മിക്സ്ചർ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാങ്ങിക്കാനായിട്ട് പറ്റും. അത് ഇന്ന ബ്രാൻഡ് എന്നില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരെണ്ണം, അത് ചിലേറ്റഡ് മിനറൽ മിക്സ്ചേഴ്സ്, അത് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിച്ചിട്ട് കാലിത്തീറ്റയോടൊപ്പം ഒരു 25 ഗ്രാം ഡെയിലി കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ തീർച്ചയായിട്ടും പശുക്കൾക്ക് ചനക്കോള ഉണ്ടാകുന്നുണ്ടാവും. ഈ ചിലപ്പോൾ ഇങ്ങനെ കൊടുത്താലും ഈ ട്രേസ് മിനറൽസ്, അതായത് അതിസൂക്ഷ്മമായ മൂലകങ്ങൾ, അത് മിസ്സിങ് ആവും പലപ്പോഴും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സൈക്ലോമിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് ഉണ്ട്, ബോളസ്, സൈക്ലോമിൻ ബോളസ്, അത് ഒരു 10 എണ്ണമെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് കിടാരികളെ അതുപോലെ തന്നെ പശുക്കൾക്കാണേലും ചന പിടിക്കുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു മരുന്നാണത്, സൈക്ലോമിൻ ബോളസ്. ഒരു നാടൻ പ്രയോഗമുണ്ട് കന്നുകാലികൾ ചനക്കോൾ ഉണ്ടാകാനായിട്ട്, മതിലക്ഷണം കാണിക്കാനായിട്ട്. അത് ഒരു 2 കിലോ കറിക്കടല വാങ്ങുക. കറിക്കടല വാങ്ങിയിട്ട് അത് 4 അല്ലെ 5 ഭാഗമായിട്ട് ഭാഗിച്ച്, എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 400 ഗ്രാം അല്ലെ 500 ഗ്രാം ഒരു ദിവസം എന്നുള്ള കണക്കിലെടുത്ത് തലേ ദിവസം വൈകിട്ട് വെള്ളത്തിലിടുക. വൈകിട്ട് വെള്ളത്തിലിട്ടാൽ രാവിലെ ആകുമ്പോൾ നന്നായിട്ട് അത് കുതിർന്നിരിക്കും. ആ കടല നല്ല വെള്ളം വാർന്നു പോകത്തക്ക നിലയിലൊരു അരിപ്പ പോലത്തെ പാത്രങ്ങളിലെടുത്ത് വെക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു ദിവസത്തിനകത്ത് ഇത് മുഴുവൻ കിളിർത്ത് വരുന്നത് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഈ കിളിർത്ത കറിക്കടലയും, അത് ചിലപ്പം ഡയറക്റ്റായിട്ട് പശു കഴിക്കണമെന്നില്ല, നമുക്ക് ഏതെങ്കിലും ഗോതമ്പ് തവിടോ അല്ല എങ്ങനെ എന്തെങ്കിലും കാലിത്തീറ്റയുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കൊടുക്കുക. ഇത് ഒരു 4 ദിവസം അടുപ്പിച്ച് 4-5 ദിവസം കൊടുത്താൽ മിക്കവാറും കേസിൽ ശരീര വളർച്ചയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അടുത്തടുത്ത ദിവസങ്ങളിൽ ചനക്കോൾ കാണിക്കാനായിട്ട് സാധ്യതയുണ്ട്. പശുവിന് ചെനയുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? 2 മാസം കഴിഞ്ഞു. നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നൊരു പശുവാണ്, അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിനെ വളർത്തുന്നതാണെങ്കിൽ ആ കർഷകന് അല്ലെ ആ വീട്ടിലുള്ളവർക്ക് എപ്പോഴും അതിനോട് അടുത്ത് ഇടപഴകുന്നവർക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പശുവിന് എങ്ങനെ ചനയുണ്ടോ ഇല്ലയോ എന്ന് അറിയുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് പ്രസവിച്ച പശുക്കളാകുമ്പോൾ. അതിന് ചെയ്യേണ്ടത് 3 മാസം ആകുമ്പോൾ
ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെയോ വിളിച്ചിട്ട് പശുവിനെ ചന പരിശോധിക്കണം. അത് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം ചനയുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാവുള്ളൂ. ചില പശുക്കൾക്ക് അവരുടെ പോഷക കുറവുകൊണ്ടുമൊക്കെ ഒരിക്കൽ കുത്തിവെച്ചതായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞ് ചനക്കോള് പുറമേ കാണിക്കാറേ ഇല്ലായിരിക്കും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ 5-6 മാസം വരെ ഇതിനെ വളർത്തിക്കൊണ്ടുവന്ന് ചനയുണ്ടെന്ന് വിചാരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം കറവ നിർത്തി കഴിഞ്ഞായിരിക്കും. അല്ലെങ്കിൽ ചില കേസുണ്ട് 10 മാസമായി ഏറ്റവും പ്രസവിക്കായിരുന്നു എന്ന് നോക്കിയപ്പോഴൊക്കെ ചനയില്ലെന്ന് പറഞ്ഞ അവസ്ഥ പറ്റിയുണ്ട്. അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കാനായിട്ട് ഒരു 3 months കഴിയുമ്പം അല്ലെങ്കിൽ 3 മാസമാകുന്ന ആ സമയത്ത് ഒന്ന് പരിശോധിക്കണം. എന്നിട്ട് ഉറപ്പ് വരുത്തണം. ചന പരിശോധിക്കുമ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പശുവിന് വയർ നിറച്ച് നല്ല വെള്ളവും തീറ്റയൊക്കെ കൊടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഡോക്ടറെ ഒന്നും വിളിച്ചുകൊണ്ടൊന്ന് നോക്കിക്കരുത്. പശു തീരെ കഴിക്കാതിരിക്കുന്ന സമയത്ത്, അതായത് പറ്റുമെങ്കിൽ ഏറ്റവും രാവിലെ അല്ലെ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് സമയം കഴിഞ്ഞിട്ടുള്ള ഒരു അവസരത്തിലായിരിക്കണം നോക്കിക്കേണ്ടത്. കാരണം അധികം ഇട്ട് തപ്പി വിഷമിക്കാതെ തന്നെ പെട്ടെന്ന് അതിൻ്റെ യൂട്രസ് കിട്ടത്തക്ക നിലയിൽ ആയിരിക്കുന്നത് വയറ് നിറയാതിരിക്കുമ്പോഴാണ്. ഇനി ഒരു കിടാരിയാണെങ്കിൽ പക്ഷേ നമുക്ക് ഒരു 2 മാസമാകുമ്പം പറ്റുന്നില്ല, എന്നാലും ഒരു 4 മാസമായാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ മറ്റൊരു മാർഗ്ഗമുണ്ട്. ഇതിൻ്റെ കാമ്പൊന്ന് വലിച്ചു നോക്കുക. എപ്പോഴും പോയി എല്ലാ ദിവസവും വലിച്ചു നോക്കരുത്. ഒരു 4 months കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ദിവസം ഈ കിടാരിയുടെ കാമ്പിൽ ഒന്ന് വലിച്ചു നോക്കുക. വലിച്ചു നോക്കുമ്പോൾ നല്ല എന്താ പറയുക, നല്ല തിക്കായിട്ട് പശ പോലെ ഈ അതിൻ്റെ കാമ്പിൽ നിന്ന് ഒരു സ്രവം വരുന്നുണ്ടെങ്കിൽ, അത് ലൂസല്ല, നല്ല തിക്കായിരിക്കും, ഒരു തേനിൻ്റെ എങ്കിലും കട്ടി അതിനുണ്ടാവും. ആ നിലയിൽ ഏകദേശം ആ കളറിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ കിടാരിക്ക് ചെനയുണ്ടെന്ന്. കന്നിപ്പശുവിനെ വാങ്ങി 15 ദിവസമായി. പാൽ രാവിലെ 3 ലിറ്ററേ കിട്ടുന്നുള്ളൂ. ഇനി പാലിൻ്റെ അളവ് കൂടുമോ? ഈ ചോദ്യത്തിലും ഒരുപാട് വ്യക്തത വരുവാനുണ്ട്. ഒന്നാമതായിട്ട് ഈ പശുവിൻ്റെ ഇനം അറിയണം. അപ്പോൾ നമ്മളൊരു നാടൻ പശുവിനെ വല്ലതുമാണ് കുറിച്ച് സംസാരിക്കുന്നതെങ്കിൽ അതിന് ചിലപ്പോൾ 3-4 ലിറ്റർ പാലേ ഒരു ദിവസം കിട്ടുള്ളായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഉൽപ്പാദനമായി കഴിഞ്ഞു. അതല്ല, ഒരു സങ്കരയിനം പശു, അതിന് ന്യായമായ അകിടും അതുപോലെ തന്നെ നല്ല തടിച്ച പാലഞ്ഞരപ്പുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ പശുവിൻ്റെ അകിട് കല്ലച്ചാണോ ഇരിക്കുന്നതെന്ന് നോക്കുക. അതായത് കറന്ന് കഴിയുമ്പം അത് നന്നായിട്ട് വറ്റുന്നുണ്ടോ, കുട്ടി എന്തേരം കുടിക്കുന്നുണ്ട്, കുട്ടിയുണ്ടെങ്കിൽ. അപ്പോൾ അത് കംപ്ലീറ്റ് പാൽ അത് നന്നായിട്ട് കുടിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്കുമ്പോൾ അധികം കിട്ടത്തില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കുട്ടിയെ കുടിപ്പിക്കുന്നില്ല, അല്ലാതെ മുഴുവനായിട്ട് കറന്നെടുക്കുകയാണ്, എന്നിട്ടും ഈ അളവേ ഉള്ളൂ എങ്കിൽ പാല് ഈ കന്നിപ്പശുക്കൾക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ പാലിൻ്റെ അളവ് അതിൻ്റെ യഥാർത്ഥ തോതിലേക്ക് വരണമെങ്കിൽ മിനിമം 1 മാസമെങ്കിലും എടുക്കും. അതിൻ്റെ നീര്, അകിട്ടിലെ ആ മടിനീര് ഒക്കെ നന്നായിട്ട് കുറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പശുക്കൾക്ക് ചിലപ്പം പ്ലാസൻ്റ പോയി കഴിഞ്ഞിട്ടും അല്പമൊക്കെ വേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കാണും. അത് കംപ്ലീറ്റായിട്ട് പോയി തീരണം. അങ്ങനെ ചില പശുക്കൾക്ക് അതൊരു 1 മാസം വരെയൊക്കെ സമയം എടുക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല നിലയിൽ അവർ കഴിക്കാനും തുടങ്ങത്തുള്ളൂ, നല്ല നിലയിൽ പാലും കിട്ടി തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതാവാൻ ഒരു കാരണമാകാം. അപ്പോൾ അതൊക്കെ ആണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഉറപ്പ് വരുത്തുക. ചെയ്യേണ്ട കാര്യം, ഇപ്പോഴാണെങ്കിൽ ഈ പശുവിൻ്റെ ഡിസ്ചാർജസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു എക്സപ്പാറോ അല്ലെങ്കിൽ യൂട്രോവെറ്റ് ബോളസോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് ഈ പശുവിന് ചെയ്യണം. അത് കൊടുത്ത് അതിൻ്റെ വയറ്റിലുള്ള വേസ്റ്റ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് പോകണം. ഇനി അടുത്ത കാര്യം, അതിൻ്റെ അകിട്ടിൽ എല്ലാ മടിനീരെല്ലാം മാറി അത് നല്ല സോഫ്റ്റായി എന്ന് എൻഷുർ ചെയ്യണം. ഇത്രയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് കാലിത്തീറ്റയുടെ അളവ് നമ്മൾ എന്തോരം കൊടുക്കുന്നുണ്ട് എന്നുള്ളതൊരു വിഷയമാണ്. നല്ല നിലയിൽ കാലിത്തീറ്റ, അതായത് സമീകൃതമായ കാലിത്തീറ്റ, പിണ്ണാക്കോ അല്ലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. പൂപ്പലില്ലാത്തതായിരിക്കണം. അല്പാൽപ്പം ആയിട്ട് കടലപ്പിണ്ണാക്കോ ഒക്കെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ കൊടുത്ത് നല്ല ക്വാളിറ്റിയുള്ള ധാന്യപ്പൊടികൾ ഇങ്ങനെ ക്വാളിറ്റിയുള്ള തീറ്റകൾ കൊടുക്കുക. ഒരു കാര്യം, പച്ചപ്പുല്ലും ആവശ്യത്തിന് കൊടുക്കുക. പശുവിനെ നല്ലപോലെ തണുപ്പിക്കുക. അതായത് വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ടാവണം, പച്ചവെള്ളം ആവശ്യത്തിന് കുടിക്കാൻ കൊടുക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നോക്കുക. അപ്പം പാല് സ്വാഭാവികമായിട്ടും കൂടാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തൊരു കാര്യം ചെയ്യേണ്ടത്, ഈ പശുവിന് കാൽഷ്യത്തിൻ്റെ ഏതെങ്കിലും സപ്ലിമെൻറ്റ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. അത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് കാൽഷ്യം സിറപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു ലിവർ ടോണിക്കും 50 മില്ലി രാവിലെ 2 നേരവും 50 മില്ലി വെച്ചോ എങ്കിലും 1 ലിറ്റർ ലിവർ ടോണിക് കൂടെ കൊടുക്കുക. ഇത്തരം സംഗതികൾ കൊടുക്കുന്നതിനോടൊപ്പം ഇൻഗ്രി ലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബോളസ് കിട്ടും. ഇൻഗ്രി ലാക്ക് TTK എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ്.
സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ബോട്ടിൽ 30 ഗുളികയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ 30 ഗുളിക വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 30 ഗുളിക കൊടുക്കേണ്ടത് ആദ്യത്തെ ദിവസം 3 2 നേരവും 3 എണ്ണം വീതം, അങ്ങനെ 6 എണ്ണം. അടുത്ത ദിവസങ്ങളിൽ രാവിലെ 2 വൈകുന്നേരം 2, അങ്ങനെ ബാക്കി 24 എണ്ണം 12 ദിവസം കൊണ്ട്. അപ്പോൾ ടോട്ടൽ 13 ഡേയ്സിൽ ഇത് കൊടുത്തു തീർക്കാം. 30 ബോളസിൻ്റെ ഒരു ബോട്ടിൽ ഇത് കൊടുത്തു തരുമ്പോഴത്തേനും ന്യായമായിട്ട് പാല് വർദ്ധിക്കുന്നുണ്ടാകും. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ക്വാളിറ്റിയുള്ള ഒരു കാൽഷ്യം സിറപ്പ്, വൈറ്റമിൻ സിറപ്പും അതിൻ്റെ കൂട്ടത്തിൽ പ്ലസ് കാലിത്തീറ്റയും നല്ലപോലെ കൊടുക്കുക. നോർമലി സാമാന്യം നല്ല നിലയിലുള്ളൊരു ബ്രീഡാണ് പശുവെങ്കിൽ പാല് തീർച്ചയായിട്ടും കൂടും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺസ് അതൊക്കെ ഇതുപോലെ കമൻസിൽ ഇട്ടാൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ പ്രയോജനപ്രദമായ വീഡിയോയുമായിട്ട് ഇനിയും കടന്നു വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.